നമ്മൾ കാണിക്കാൻ പോണതേ എറണാകുളം ഞായറാഴ്ച മാർക്കറ്റാണ്. എറണാകുളം ഞായറാഴ്ച മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ഒരു നോർത്ത് ഇന്ത്യയായി മാറും ഞായറാഴ്ച വൈകുന്നേരം മുതൽ. അത്രയും ഹിന്ദിക്കാരുകൊണ്ട് അത്രയും തിരക്കായിരിക്കും. മലയാളീസ് വളരെ കുറവായിരിക്കും ഉണ്ടാവും. അവർ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ലീവായത് കാരണം വൈകിട്ട് ഇറങ്ങണതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശരിക്കും എറണാകുളത്ത് ഞായറാഴ്ച ആയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ഞായറാഴ്ച വൈകുന്നേരം ശരിക്കും എറണാകുളം മാർക്കറ്റ് ഒരു നോർത്ത് ഇന്ത്യ ആയിട്ട് മാറുന്ന ഒരു സ്റ്റൈലാണ് കാണിച്ചു തരാം. ഫുള്ള് കച്ചവടക്കാരാണ്. അവരെ സ്റ്റൈലിലുള്ള നമ്മളെന്താ പറയുക, പൊരിക്കടികൾ, അങ്ങനത്തെ ഐറ്റംസ്. ജിലേബിയേ മലയാളം മലയാളിയെ എത്ര കാലമായി ഇവിടെ? വർഷം 14 വർഷമായി. മലയാളം അറിയും. ഫുള്ള് ഹിന്ദിക്കാരാണല്ലോ ഇവിടെ മൊത്തത്തിൽ. आपका स्टाइल है जिलेबी. ഈ കാണുന്നതാണ് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ്. പിന്നെ ഞായറാഴ്ച അത് കാരണം അതൊന്ന് ലീവായിരിക്കും. അതിനകത്തുള്ള ഷോപ്പുകളൊക്കെ ലീവാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് പച്ചക്കറി കച്ചവടമാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചിക്കന്, ഫിഷ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അങ്ങനെ തന്നെ വരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. മുകൾ ഭാഗമൊക്കെ കാലിയാക്കി എടുക്കണം ആ ബിൽഡിങ്ങിൻ്റെ. ഇതാണ് എറണാകുളത്തെ ഞായറാഴ്ചത്തെ മാർക്കറ്റ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. തെരുവ് കച്ചവടമായിരിക്കും ഉണ്ടാവുക. ചില ഷോപ്പുകളൊക്കെ ലീവായത് കാരണം എല്ലാ ആളുകളും പുറത്തിട്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നുണ്ടാവുക. പുറത്തുനിന്ന് ഞായറാഴ്ച വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് കേട്ടോ ഇവർ. ഈ അറ്റം മുതൽ ആ അറ്റം വരെയുണ്ട്, ഒരുപാട് ദൂരം വരെയുണ്ട് ഈ കച്ചവടം ഉണ്ടാവും. ബ്രോഡ്വേൻ്റെ ഒരു ഭാഗമാണിത്. എല്ലാ ഐറ്റംസും വാങ്ങിക്കാൻ കിട്ടും ഇവിടെ അത്രയും തിരക്കായിരിക്കും. ഇത് എല്ലാ ഞായറാഴ്ചയും ഒരേ തിരക്കാണ് ഇവിടെ ഉണ്ടാവാറ്. ഇവിടെ ഹിന്ദിക്കാർ മാത്രമല്ല കേട്ടോ, എല്ലാ മലയാളീസുകാർ, എല്ലാ ആളുകളും ഉണ്ടാവാറുണ്ട്. നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെ സാധനങ്ങൾ കിട്ടും. ചില സമയങ്ങളിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഞായറാഴ്ച ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ചില അത്രയും നല്ല സാധനങ്ങളും കുറഞ്ഞ റേറ്റിലും കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയും ജനം. നമ്മളിപ്പോൾ കണ്ടതേ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡാട്ടോ. അപ്പോൾ ഈ സൈഡത്തെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഈ സൈഡത്തെ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ഒരു മാർക്കറ്റാണിത്, എറണാകുളം മാർക്കറ്റ്. അപ്പോൾ ആ സൈഡിൽ അത്രത്തോളം ജനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് ഫുള്ള് ഹിന്ദിക്കാർ. ഇവിടെ ആണെങ്കിലോ, ഈ ഒരു സൈഡാണെങ്കിലോ ഒരു മനുഷ്യല്ലേ. എല്ലാ ഷോപ്പുകളും അടവാണ്. ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ ഞായറാഴ്ചയാണ് അവർ വരാറ്. ചില ഹർത്താൽ സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും അങ്ങനത്തെ ഒരു ഇതിലെ കടകൾ മൊത്തം അടഞ്ഞ് കിടന്നിട്ടുള്ള സീൻ അവർക്ക് കിട്ടുമല്ലോ. അത് ഞായറാഴ്ചയാണ്. എല്ലാ ദിവസങ്ങളും ഒരിക്കലും അവർക്ക് അങ്ങനത്തെ സീനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുക മാർക്കറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അത്തരം സീനുകൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഞായറാഴ്ചയാണ് പൊതുവെ വരാറ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മുഴുവനായിട്ടും ഷോപ്പുകൾ ഇലക്ട്രിക്കൽ ഐറ്റംസാണ്. അറ്റം മുതൽ അറ്റം വരെ ഇലക്ട്രിക്കൽ ഐറ്റംസാണ്. ഇത് ബ്രോഡ്ബാൻഡിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ബ്രോഡ്ബാൻഡിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ ഐറ്റംസാണ്. കുറച്ച് അപ്പുറത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫുള്ള് തുണിക്കടകളും മറ്റു സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബ്രോഡ്ബാൻഡ്. കണ്ടില്ലേ, മൊത്തം സ്ഥലങ്ങൾ വിജനമായി കിടക്കുകയാണ്. ഒരു മനുഷ്യല്ല. പക്ഷെ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡോ കാല് കുത്തി നടക്കാൻ പോലും സ്ഥലമില്ല. അതാണ് മാറ്റം. ഏതായാലും കുറേ ദിവസമായിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോസ്, ഞായറാഴ്ചത്തെ വീഡിയോസ് ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ വീഡിയോസ് എടുത്ത്. അപ്പോൾ ഏതായാലും എറണാകുളത്ത് എത്രമാത്രം നോർത്ത് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ആളുകളും ലീവായത് കാരണം ഞായറാഴ്ച വൈകുന്നേരമാണ്
എല്ലാവരും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് കണ്ടില്ലേ. അത്രയും ഹിന്ദിക്കാരെ കച്ചവടങ്ങളും ഇത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഓരോ കടകളിൽ ജോലി ചെയ്യുന്നവർ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവർ സ്വന്തം ഒരു വരുമാനം എന്നുള്ള രീതിയിൽ അതെടുത്ത് ഇങ്ങനെ ഓരോ രീതിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അത് നല്ലൊരു വരുമാനം തന്നെ, ഭയങ്കര കച്ചവടമാണ് അവർക്ക്. മലയാളീസിന്റെ കച്ചവടം ഒന്നും ഇല്ല, ഫുള്ള് ഹിന്ദിക്കാരെ കച്ചവടം തന്നെയാണ് അവർക്കുള്ളത്. ഏതായാലും ഇൻഷാ അള്ളാ പിന്നെ കാണാം. ഓക്കെ.